ഒറ്റക്കണ്ണൻ സ്നോമാൻ. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ല. ഏട്ടനും കൂടെ ഫ്രീ ആയിട്ട് വരുന്നൊരു സമയത്ത്, ഏട്ടനും കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഫോൺ എക്കോട്ടെ കയ്യാ കണ്ട് മരവിച്ച്. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് മാത്രമേ പൊഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഒത്തിരി മഞ്ഞുണ്ടായതും. ആ ഒരു സമയത്താണ് എനിക്ക് എന്താ പറയുന്നത്, നമ്മുടെ വീടിന് മുൻവശത്തേക്കുള്ള വഴിയും അതുപോലെ പെഡസ്ട്രിയൽ വേയും ഒക്കെ വൃത്തിയാക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ഇപ്പോഴും ഇപ്പോഴേ സമയം ഒരു 11:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്സും വീടിന്റെ, അതായത് ഡോർ തുറന്ന്, ഞങ്ങൾ ബേസ്മെന്റ് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ബേസ്മെന്റ് ഏരിയയിൽ ഡോർ തുറക്കുന്ന ആ ഒരു സൈഡ് തൊട്ട് തന്നെ മഞ്ഞ് കൂന കൂടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ, അതായത് കുറച്ച് ഈ ഒരു മഞ്ഞ് വീഴ്ച ചെറുതായിട്ടൊന്ന് കുറയുന്ന ഒരു സമയമാകുമ്പോൾ വീണ്ടും വൃത്തിയാക്കാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മഞ്ഞ് വീഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ആക്ടിവിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ണ് വെക്കാൻ നോക്കിയത് കേട്ടോ. ഞാൻ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇല്ലേ, ഫ്ലാക്സ് സീഡ് അല്ലല്ലോ, ഇതിനെന്താ പറയുന്നത്, നമ്മുടെ ഈ പംകിൻ സീഡ് ഇല്ലേ, ഈ പംകിൻ സീഡ് വെച്ചിട്ട് ഇതേ ഇവനൊരു കണ്ണ് വെക്കാൻ ഇങ്ങനെ നോക്കാം കേട്ടോ. പക്ഷെ ഇവൻ ഉറച്ചു പോയി കേട്ടോ. അയ്യോ, ഇതേ ഇരുന്ന് കേട്ടോ, കണ്ടേ ക്യാമറയിലോട്ട് നോക്കിയാണ് ഒരെണ്ണം ഇരുന്ന് കേട്ടോ. അയ്യോ, ഇതൊട്ട് ഒടിഞ്ഞും പോയി. ഇനി എൻ്റെ കൈ തണുക്കുന്നു, കൈ തണുക്കുന്നു. ഒരു കണ്ണായേട്ടാ, ഒറ്റക്കണ്ണൻ സ്നോമാൻ. ഇപ്പം നദിയിൽ ചിലപ്പോൾ വീണ് പോകും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ നോക്കിയത് കൊണ്ട് ഗ്ലൗസ് നല്ലപോലെ ഇടാൻ പറ്റുന്നില്ല. ഇത് അടുത്തൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവരുടെ തലയിൽ വെക്കാം. ഒരു കുഞ്ഞ് സ്നോമാൻ കേട്ടോ. അപ്പം ഇന്നലെ തൊട്ട് കുറച്ചുകൂടെ ഒരു വലിയ സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് ഒറ്റയടിക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ, നടക്കാനും പോകാനും വരാനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഈ സ്നോമാനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ മഞ്ഞെടുത്തിങ്ങനെ ഉരുട്ടി സെറ്റ് ആവേണ്ടേ. ആ ഒരു സമയത്ത് കൈ ഭയങ്കരമായിട്ട് മരവിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ നിന്ന് എനിക്കിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കാനൊന്നും പറ്റാറില്ല. കൂടെ പോയി ഒരു 5 മിനിറ്റ്, അതിനുശേഷം ഞാൻ പിന്നെ വീടിൻ്റെ അകത്ത് കയറും, ഗ്ലൗസ് കുരുക്കളഞ്ഞ് കൈയൊക്കെ ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് കഴുകും. അപ്പം മാത്രമേ കൈയൊന്ന് ഓക്കെ ആവത്തുള്ളൂ, ആ മരവിപ്പൊന്ന് മാറത്തുള്ളൂ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇറങ്ങുന്നത്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ സാധനത്തിന് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ വലിയൊരു സ്നോമാനം ഉണ്ടാക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ല. ഏട്ടനും കൂടെ ഫ്രീ ആയിട്ട് വരുന്നൊരു സമയത്ത്, ഏട്ടനും കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഒരു വലിയ സ്നോമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു വിൻ്റർ കഴിയുന്നതിന് മുമ്പേ എന്തായാലും ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യും. ഫസ്റ്റ് വിൻ്റർ അല്ലേ, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും അതിൻ്റെ ഒരു എന്താ പറയുന്നത് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു ത്രില്ലിൻ്റെ മൂഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിനി മുന്നോട്ടുള്ള വർഷത്തിലുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമുക്ക്
ചെയ്യാൻ പോകാനുള്ള സമയമായി. മഞ്ഞ് ഇപ്പോഴും നല്ല രീതിയിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നേരമില്ല. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ പെഡസ്ട്രിയൽ വേയിൽ ആൾക്കാർ ഡോഗ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒത്തിരി നടന്ന് കഴിയുമ്പോഴത്തേക്കും ആ മഞ്ഞ് തറയിൽ നന്നായിട്ട് ഉറയ്ക്കും. പിന്നെ അത് ചുരുണ്ടി ഇളക്കുക എന്നുള്ളത് ഇരട്ടി പണിയാണ്. അതിനേക്കാളും ഇപ്പോഴേ പോയി അതൊന്ന് വൃത്തിയാക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അതിന് വേണ്ടുന്ന സാധന സന്നാഹങ്ങളൊക്കെ ഞാൻ മഞ്ഞ് ഒരു സ്റ്റെപ്പിലൊക്കെ അതാ വീണ്ടും മഞ്ഞായി കേട്ടോ, വീണ്ടും. അപ്പം അതിനർത്ഥം അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് പൊഴിയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഞാൻ മുടി പിരുത്തിട്ട് വേറൊന്നും കൊണ്ടല്ലോ, മുടിയും കൂടി പിരുത്തിടുമ്പോഴത്തേക്കും ചെവിയുടെ ഭാഗം കുറച്ചും കൂടി അങ്ങ് നന്നായിട്ട് കവേർഡ് ആകും കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചിങ്ങനെ മറിഞ്ഞിങ്ങനെ ഇരിക്കും. ഇന്നെനിക്ക് വീഡിയോ എടുത്തരാനൊന്നും ആരുമില്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് കവറായിട്ട് ഇരിക്കും. പിന്നെ ഇതും കൂടി ഇടാം. അത് ഭയങ്കരമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്ക് ഒത്തിരി ചെവി ഇങ്ങനെ മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അങ്ങനെ ഇടാം, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഗ്ലൗസും സംഭവങ്ങളൊക്കെ എടുത്തിടാം. ഗ്ലൗസ് ഇടാതെ എന്തായാലും ഒരു രക്ഷയില്ല എൻ്റെ ദൈവമേ. ഇടയ്ക്കൊരു ദിവസം, അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു 2-3 ദിവസം വലുതായിട്ട് മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റെപ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുമായിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് ഫോണിൽ നോക്കിയപ്പോൾ മെയിലിൽ നമുക്കൊരു പാഴ്സൽ ഡെലിവേർഡ് ആയെന്നും പറഞ്ഞു ഒരു മെയിൽ വന്നു. അപ്പം ഞാൻ ഫോൺ എടുത്ത് ആ സമയത്താണ് ആ ഒരു മെസ്സേജ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഈ ബേസ്മെൻറ്റിൽ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ കൊറിയർ കൊണ്ടുവരുന്ന ആൾക്കാർ മുകളിലത്തെ ഫ്ലോറിൽ അവരുടെ ഡോറിൻ്റെ മുന്നിലായിട്ട് സാധനം വെച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ അവർ നമുക്ക് വിളിച്ച് തരുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴാണ് അവർ കൊണ്ടുവച്ചിട്ട് പോയതാവാം, അതുകൊണ്ടായിരിക്കും അപ്പം തന്നെ എനിക്ക് മെയിൽ വന്നത് എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഷൂ ഒന്നും ഇടാതെ ജസ്റ്റ് വീടിനകത്തിടുന്ന അതേ ഒരു ചെരുപ്പ് സിൽപ്പറും ഇട്ടുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ കയറി ഡോറിൻ്റെ അവിടെ ഒന്ന് നോക്കി. അപ്പോൾ സാധനമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോസ്റ്റ് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് വല്ലതും ഇട്ടോന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അവിടെ ചവിട്ടി ആ പോസ്റ്റ് ബോക്സ് തുറന്ന് നോക്കി, അത്രേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ഓടി വീടിനകത്ത് കയറി. കുറച്ച് നേരത്തേക്ക് എൻ്റെ കാലിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എനിക്ക് കാൽപാദം അവിടെ ഇല്ലയെന്ന് തോന്നി. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചു നേരെ ബാത്റൂമിൽ പോയിട്ട് ചൂടുവെള്ളം തുറന്നു വിട്ടാൽ മതിയായിരുന്നു. അത് പക്ഷേ പിന്നെയാണ് കേട്ടോ ഓർത്തത്. ആ സമയത്ത് ഞാൻ ഓർത്തില്ല. എൻ്റെ ദൈവമേ, ഏട്ടൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടൻ ചോദിച്ചു നീ എന്താ കളിക്കുവാണോ തമാശയാണെന്നാണ് വിചാരിച്ചത്. തണുപ്പടിച്ച് കാല് വല്ലതും മരവിച്ച് പോയാൽ കാല് കൊണ്ട് കറക്കും, പിന്നെ മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കിട്ടി എനിക്ക്. അയ്യോ, അതെനിക്കൊരു ഭയങ്കര ഒരു ലെസൺ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഡോറ് തുറന്ന് ജസ്റ്റ് കാല് പുറത്ത് വെച്ചാൽ ഷൂ, അതായത് വിൻ്റർ ഷൂ ഇട്ടിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ എന്നെനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ അനുഭവിച്ച ആ ഒരു സംഭവം എന്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്നാമത് ഞാൻ ആദ്യമായിട്ടല്ലേ വിൻ്ററൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ആയിട്ട് എൻ്റെ ബോഡി ഇനി നല്ല ഓക്കെ സെറ്റായിട്ടൊക്കെ വരാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കുറച്ച് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടെയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, കുറച്ചൊന്ന് ഓക്കെ ആയിട്ടൊക്കെ വരും. ഇപ്പം എന്തായാലും നമ്മൾ തുടക്കമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല കരുതിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് വണ്ടി വൃത്തിയാക്കണം. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, വണ്ടി സ്റ്റാർട്ടാക്കണം. ഏട്ടൻ വിളിക്കുന്നു കേട്ടോ. കറക്റ്റ് വണ്ടിയുടെ കീ എടുത്തപ്പോഴേ ഇനി വണ്ടി ഇത് ഫോൺ ഞെക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് വരെ മാറ്റണം, അതിലൊരു പ്രശ്നം. അങ്ങനെ എന്തായാലും സ്റ്റെപ്സ് ഒക്കെ ഓൾറെഡി വൃത്തിയാക്കിയിട്ടുണ്ട്. മഞ്ഞ് കോരുന്ന സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ മുകളിലത്തെ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ അതേ നിറച്ച് മഞ്ഞ് വീണിങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് വേണം നമുക്ക് മഞ്ഞ് വൃത്തിയാക്കി തുടങ്ങാനായിട്ട്. ഇതാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി. നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നുണ്ട്. ഇത് മുകളിൽ താമസിക്കുന്ന ലേഡിയാണ് കേട്ടോ. അവർ പുറത്ത് എവിടെ പോകാനായിട്ട് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പം ഇത് ഇത്രയും വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ ഒരു വഴിയും ആ ഒരു പെഡസ്ട്രിയൽ വേയും വൃത്തിയാക്കിയതിന് ശേഷം വേണം എനിക്ക് വണ്ടി വൃത്തിയാക്കിയിട്ട് വണ്ടിയും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കിയൊക്കെ ഇടാനായിട്ട് കേട്ടോ. നിറച്ച് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ മരങ്ങൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ, നമ്മുടെ എവർഗ്രീൻ. നല്ല ഭംഗിയില്ലേ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ. പക്ഷേ ഇലകളൊക്കെ കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ആ പച്ചപ്പൊന്നും പോയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൈഡാണ് കേട്ടോ. അവിടെ നിന്നൊരു ചെടിയാണ്, നിറച്ച് ചുമന്ന പൂക്കളൊക്കെ പിടിച്ച് നിന്നിരുന്നൊരു ചെടിയാണ്. ഇപ്പോൾ അതേ ഉണങ്ങി കൊള്ളി കണക്കായിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകളിലേക്ക് കാറുകളൊക്കെ കണ്ടു, അതും എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. എല്ലാവരും ഇതേ കാറൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞാനും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സാധനമൊക്കെ എടുത്തോണ്ട്. അപ്പോൾ ഇനി പതുക്കെ മഞ്ഞ് വൃത്തിയാക്കാൻ തുടങ്ങാം. ഈ ഒരു സൈഡുണ്ട്, നല്ല രസമല്ലേ കാണാനായിട്ട്. നിരങ്ങി കളിക്കുന്ന മഞ്ഞ് നിരങ്ങി കളിക്കുന്നു.
ഈ ഭാഗമൊക്കെ അവർ വൃത്തിയാക്കിക്കോളും. ഞാൻ എന്തായാലും ഇതിൻ്റെ മുൻവശം ഉണ്ടല്ലേ സ്റ്റെപ്പിൻ്റെ താഴേക്ക് ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ എന്തായാലും വൃത്തിയാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ഒരു പെഡസ്ട്രിയൻ വേലി കൂടി ആൾക്കാരൊക്കെ നടന്നു കിടന്ന് ആ ഭാഗത്തെ മഞ്ഞ് അവിടെ അങ്ങ് ഉറയ്ക്കും. പിന്നെ അത് ഒന്നൊന്നര ചുരണ്ടിയാൽ മാത്രമേ അത് ഇളകി വരത്തുള്ളൂ. പക്ഷേ ഈ കിടക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെച്ചിങ്ങനെ കുത്തുമ്പോൾ എല്ലാ മഞ്ഞും കൂടി ഇങ്ങനെ വരും, ഇളകി വരും. കുറച്ച് എളുപ്പമാണ്. അപ്പോൾ പിന്നെ കാണാം. ഞാൻ മൊബൈലിൻ്റെ സ്റ്റാൻഡൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട്, കാരണം ഇന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് എന്ന് ഞാൻ മഞ്ഞ് പോരുന്നത് കാണിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ടോ? ആൾക്കാരിലേക്ക് ചിലപ്പോൾ എനിക്ക് വട്ടാടുന്ന ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വെച്ചതാണ് മഞ്ഞ് പോയത്. എന്തായാലും ഈ വഴി ഭാഗത്തുള്ള കുറച്ചൊക്കെ, അതായത് വീണ്ടും മുൻവശത്ത് നമുക്ക് നടക്കാനുള്ള ആ ഒരു സ്ഥലം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും വൃത്തിയാക്കേണ്ടുന്ന സ്ഥലം. അത് നമ്മുടെ പെഡസ്ട്രിയൽ വേ ആണ് കേട്ടോ. എൻ്റെ ഷൂവിൻ്റെ ലേസ് പെട്ടെന്ന് അഴിഞ്ഞു വേണം, അതൊന്ന് കെട്ടട്ടെ. അയ്യോ, അത് കേട്ടില്ലേ ഇച്ചിരി നേരം ഗ്ലൗസ് ഊരിയപ്പോൾ തന്നെ കയ്യെ കണ്ട് മരവിച്ച്. അയ്യോ, ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഒരുവിധം വഴി ഞാൻ വൃത്തിയാക്കി. ഇനി കുറച്ച് സ്റ്റെപ്പുണ്ട്, അതും കൂടി വൃത്തിയാക്കാം. ചെറുതായിട്ട് വൃത്തിയാക്കാന്ന് വെച്ചു, പിന്നെ വലിയ രീതിയിൽ അവർ വന്ന് വൃത്തിയാക്കോളും. അപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കാറ് വൃത്തിയാക്കണം. അതൊരു കടമ്പയാണ്. കാറ് വൃത്തിയാക്കണമെങ്കിൽ മൊബൈൽ സ്റ്റാൻഡൊക്കെ അകത്ത് വെച്ചിട്ട് വേണം പോവാൻ. അതുപോലെ കാറ് വൃത്തിയാക്കുന്ന ബ്രഷ് എടുത്തേച്ച് വരണം. ഈ മഞ്ഞ് പോരുന്ന സാധനം അകത്തെടുത്ത് വയ്ക്കണം. ഞാൻ കാറ് വൃത്തിയാക്കുമ്പോൾ അത് മാത്രമല്ല, എൻ്റെ കൈ ഭയങ്കരമായിട്ട് മരവിച്ചിട്ടു. നല്ല തണുപ്പതല്ലേ, ഭയങ്കരമായിട്ട് കൈ മരവിച്ച് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഇനി ഗ്ലൗസ് ഊരി വെച്ചിട്ട് ഇത്തിരി ഒന്ന് കഴിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അകത്ത് കയറി ഇപ്പോൾ തൽക്കാലം. അങ്ങനെ ഡോറിൻ്റെ സൈഡ് ഇതേ പതുക്കെ ഞാൻ കേട്ടോ ഗ്ലാസിൻ്റെ അകം. അപ്പോൾ നമുക്ക് ഗ്ലാസ് ആദ്യം കണ്ടുപിടിക്കാം. കണ്ട ഗ്ലാസിൻ്റെ ഭാഗം വൃത്തിയാക്കാൻ ഈ മൊബൈലിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ. മഞ്ഞ് കുറച്ച് എന്തായാലും വൃത്തിയാക്കാം. ഈ മഞ്ഞ് മൊത്തം കണ്ടത് ഇവിടെ വന്നിങ്ങനെ വീണ് കിടക്കും. ഞാൻ ഈ വൃത്തിയാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് കിടക്കാം. എന്തോരം മഞ്ഞാണ് കിടക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് കണ്ടേ ഈ മുൻവശം ഈ ഒരു ഭാഗം കണ്ട് വൃത്തിയാക്കി. ഇതുപോലെ ഈ സൈഡിലല്ലല്ലോ നമ്മുടെ ഡ്രൈവർ സീറ്റ് അപ്പുറത്തേക്ക്. ദൈവം ഈ മുൻവശം കിടക്കും നോക്കി, കൂനോട് കിടക്കുന്നില്ലേ. ഇത് ഒരു കഴിഞ്ഞൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും പിന്നെ വേറെ നിവൃത്തിയില്ല. ഒരു രീതിയിൽ ക്യാമറ പിടിച്ചാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ആദ്യത്തെ ദിവസം വൃത്തിയാക്കിയതിനേക്കാളും കൈവശം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീണ മഞ്ഞെല്ലാം കൂടെ കണ്ടു ഇവിടെ കൂടി കിടക്കുന്നുണ്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി വേണം നമുക്ക് ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട്. വണ്ടി കിടക്കുന്ന അവസ്ഥയ്ക്കാണ്. കുറച്ച് ഭാഗം വൃത്തിയായി. തൽക്കാലം വണ്ടിയുടെ പുറത്തുള്ള കുറച്ച് മഞ്ഞൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കി. ഒരുവിധം നല്ല കുറച്ചൊക്കെ വൃത്തിയാക്കണം. 10 പേരുണ്ട് വൃത്തിയാക്കുന്നത് ആ ഒരു മെഷീൻ വെച്ച്. ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അടുത്തൊരു ബെല്ലേക്ക് ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസൊക്കെ വേഗം കാണാൻ പറ്റും കേട്ടോ. ഇതേമേ നാക്കൊക്കെ മരവിച്ചിട്ട് സംസാരിക്കാൻ പോലും വയ്യ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.